ഹായ് ഫ്രണ്ട്സ്, ഡിയർ കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഗുഡ്വില്ലിന്റെ വാല്യുവേഷൻ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലെ ഫസ്റ്റത്തെ മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്സ്. ആവറേജ് പ്രോഫിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഗുഡ്വില്ലിന്റെ വാല്യുവേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അതിന്റെ ഇക്വേഷൻ ഗുഡ്വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നെറ്റ് അസറ്റ്. ഇക്വേഷൻ ഗുഡ്വില്ലിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ക്യാപിറ്റലൈസ്ഡ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നെറ്റ് അസറ്റ്സ്. നെറ്റ് അസറ്റ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ചെയ്യണം. നെറ്റ് അസറ്റ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ചെയ്യണം. രണ്ടാമത്തെ മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. സൂപ്പർ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇപ്പൊ നമ്മൾ രണ്ട് മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലുള്ളത്. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഗുഡ്വില്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ആവറേജ് പ്രോഫിറ്റ് 80,000, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10%, അസറ്റ് 7,50,000, ലയബിലിറ്റീസ് 1 lakh. കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ഗുഡ്വിൽ ബൈ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഗുഡ്വില്ലിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നോക്കാം. ഗുഡ്വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസറ്റ്സ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിരിക്കുന്നത്. അതായത് ആവറേജ് പ്രോഫിറ്റ് ആയ 80,000, അതായത് ആവറേജ് പ്രോഫിറ്റ് ആയ 80,000 ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10%. സോ 100 ബൈ 10 ചെയ്യാം. 100 ഡിവൈഡഡ് ബൈ 10. സോ നമുക്ക് 8 lakh കിട്ടും. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് 100 ഡിവൈഡഡ് ബൈ 10 ചെയ്യണം. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 8 lakh. ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് 8 lakh ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ അതിന്റെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണെങ്കിൽ 80,000 ആയിരിക്കും ആ ഫേമിന് കിട്ടുന്ന പ്രോഫിറ്റ്. ഇപ്പൊ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമുക്ക് 8 lakh കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റ് അസറ്റ്സ് കാണാം. നെറ്റ് അസറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ എഴുതാം. നെറ്റ് അസറ്റ്സ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. ടോട്ടൽ അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റി. നമുക്കിവിടെ ടോട്ടൽ അസറ്റ്സ് തന്നിട്ടുള്ളത് 7,50,000 മൈനസ് ലയബിലിറ്റീസ് തന്നിട്ടുള്ളത് 1 lakh. സോ നമുക്ക് കിട്ടുന്നത് 6,50,000. സോ നമുക്ക് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യാം. ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി
ഇക്വേഷൻ ഗുഡ്വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് 8 lakh മൈനസ് നെറ്റ് അസെറ്റ്സ് 6,50,000. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 lakhൽ നിന്ന് 6,50,000 കുറക്കുമ്പോൾ നമുക്ക് കിട്ടും 1,50,000. 1,50,000. ഇതാണ് ഗുഡ്വില്ലിന്റെ വാല്യൂ. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഗുഡ്വില്ലിന്റെ വാല്യുവേഷൻ ചെയ്യേണ്ട ഇക്വേഷൻ ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫോളോവിങ് റിലേറ്റ് ടു ദി പ്രോഫിറ്റ് ഏൺഡ് ബൈ എ ഫേം ഫോർ ദി ലാസ്റ്റ് 4 years. 2012 മുതൽ 2015 വരെയുള്ള വർഷങ്ങളിലെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് 15,000, 25,000, 65,000, 75,000. The total assets of the firm are rupees 6,40,000 and outside liabilities rupees 1,40,000. Normal rate of return is 6%. Calculate goodwill of the firm under capitalization of super profit method. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. നമുക്കതിന്റെ ഇക്വേഷൻ നോക്കാം. ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇക്വേഷൻ എഴുതാം നമുക്ക്. ഗുഡ്വിൽ ഈക്വൽ ടു super profit into 100 by normal rate of return. സൂപ്പർ പ്രോഫിറ്റ് കാണാനായിട്ടുള്ള ഇക്വേഷൻ സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടുന്നത്. ആവറേജ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4 വർഷത്തെ പ്രോഫിറ്റുകൾ ആഡ് ചെയ്യണം. 15,000 പ്ലസ് 25,000 പ്ലസ് 65,000 പ്ലസ് 75,000. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ 1,80,000. 1,80,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. 2012 മുതൽ 2015 വരെ 1, 2, 3, 4 വർഷത്തെ പ്രോഫിറ്റ്. നമ്പർ ഓഫ് ഇയേഴ്സ് 4. ദാറ്റ് ഈസ് ഈക്വൽ ടു rupees 45,000. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആവറേജ് പ്രോഫിറ്റ്. അടുത്തത് നമുക്ക് നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. നോർമൽ പ്രോഫിറ്റ് കാണാൻ വേണ്ടി ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കണം നമ്മൾ. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ അസെറ്റ്സ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. ടോട്ടൽ അസെറ്റ്സ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 6,40,000. That is equal to 6,40,000
മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. ഔട്ട്സൈഡ് ലയബിലിറ്റീസ് നമുക്ക് നയിക്കുന്നത് 1,40,000. 1,40,000. That is equal to 6,40,000 minus 1,40,000. 5 lakh rupees. 5 lakh. ഇതാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇനി നമുക്ക് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. നോർമൽ പ്രോഫിറ്റ് കാണാനായിട്ട് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. സോ നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് 5 lakh ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 6%. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 6%. സോ 6/100. 6/100. That is equal to rupees 30,000. അപ്പൊ നമുക്കിനി സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് rupees 45,000 മൈനസ് നോർമൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 30,000. That is equal to rupees 15,000. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സൂപ്പർ പ്രോഫിറ്റ്. നമുക്കിനി ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാം. ഗുഡ് വിൽ കാണാനായിട്ട് ഇക്വേഷൻ എഴുതാം. നമുക്ക് ഗുഡ് വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. That is equal to സൂപ്പർ പ്രോഫിറ്റ് 15,000 ഇൻറ്റു 100 by normal rate of return 6. That is equal to 2,50,000. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഗുഡ് വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. നമുക്ക് ക്വസ്റ്റ്യനിൽ സൂപ്പർ പ്രോഫിറ്റ് കാണാനുള്ള കാര്യങ്ങൾ ഓൾറെഡി തന്നിട്ടുണ്ട്. സൂപ്പർ പ്രോഫിറ്റ് കാണുന്നത് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. സോ നമുക്ക് ആദ്യം ആവറേജ് പ്രോഫിറ്റ് കാണണം. ആവറേജ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4 വർഷത്തെ പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ കിട്ടും. 15,000 പ്ലസ് 25,000 പ്ലസ് 65,000 പ്ലസ് 75,000. ഇത് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1,80,000. നമ്പർ ഓഫ് ഇയേഴ്സ് 2012 മുതൽ 2015 വരെയുള്ള 4 വർഷം. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 45,000 ആണ് ആവറേജ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇനി നോർമൽ പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ നോർമൽ റേറ്റ് ഓഫ് റിട്ടേണും അതേപോലെ തന്നെ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ അസറ്റ്സും ഔട്ട്സൈഡ് ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. സോ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ അസറ്റിൽ നിന്നും ഔട്ട്സൈഡ് ലയബിലിറ്റീസ് കുറക്കണം. ടോട്ടൽ അസറ്റ് 6,40,000 മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് 1,40,000. അപ്പൊ നമുക്ക് 5 lakh കിട്ടും. ഈ 5 lakh ആണ് നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം.
നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. സോ 5 lakh ഇൻറ്റു 6/100. ഈ 6 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 6%. സോ 5 lakh ഇൻറ്റു 6/100 ചെയ്യുമ്പോൾ നമുക്ക് 30,000 കിട്ടും. സോ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് മൈനസ് ചെയ്ത്, അതായത് 45,000 മൈനസ് 30,000. സോ വി ഗെറ്റ് 15,000. ഈ കിട്ടിയ 15,000 ആണ് നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ്. ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, that is equal to 15,000 into 100 by 6, that is equal to 2,50,000. 2,50,000 ആണ് നമുക്ക് കിട്ടിയ ഗുഡ്വിൽ. ഇങ്ങനെയാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലമാണ് നമ്മൾക്ക് കണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.